ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 7, ഇന്നലെ നമുക്കറിയാം മാധ്യമങ്ങളിലൂടെയാണ് നമ്മൾ അറിഞ്ഞത് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് പിൻവലിച്ചു എന്നുള്ളതും അതിനുശേഷം പാതിരാത്രി അല്ല വളരെ നേരത്തെ തന്നെ വൈകിട്ട് CEE സെപ്റ്റംബർ 6 ഫൈനൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ 2 ദിവസം മുൻപ് ഈ പ്രൊവിഷണൽ വെച്ചിട്ട് കുറച്ച് അനാലിസിസ് ചെയ്തൊക്കെ വെള്ളത്തിലായി എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളത്തിലായി എന്നല്ല, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് കുറേ ട്രെൻഡ്സൊക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുകയും എൻ്റെ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റ്സ് ഞാൻ കണ്ടു. റിസർവേഷൻ കാറ്റഗറി പ്രൈമറിലി അവർക്കുണ്ടായിട്ടുള്ള ചില പരാതികൾ, പിന്നെ മെറിറ്റ് ഫുൾ ഫീ സീറ്റുകളിലെ ചില വേരിയേഷൻസ് കുട്ടികൾക്ക് ഒരുപക്ഷെ ഉപകാരമായിരുന്നിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പം എൻ്റെ എഫർട്ട് വേസ്റ്റായി പോയിട്ടില്ല എന്ന പ്രതീക്ഷയോടുകൂടെ തന്നെ നമ്മൾ ഫ്രഷായിട്ട് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ കുറച്ച് കീ ഒബ്സർവേഷൻസിലേക്ക് കടക്കുകയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്നലെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് വന്നതിന് ശേഷം എത്ര പേർക്ക് ഇത് അനലൈസ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞാനിവിടെ കുറിച്ച് വയ്ക്കാം. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകാം. ഒരു വളരെ സർപ്രൈസിങ് ആയിട്ടുള്ള പോയിൻ്റ് നമ്പർ 1, നമ്മുടെ ഈ ഫേസ് 3 നമ്മൾ പ്രതീക്ഷിച്ച അത്രയും കുട്ടികളൊന്നും ഒഴിഞ്ഞു പോയിട്ടില്ല. ഇൻഫാക്റ്റ് അലോട്ട്മെൻറ്റുകളുടെ എണ്ണം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയാൽ അറിയാം, 23,393 കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ അവരുടെ റാങ്ക് കാണുന്നത്. ഇത് ഫേസ് 2 അപേക്ഷിച്ച് കൂടുകയാണ് ഉണ്ടായത്. ഫേസ് 2 22,871 ആയിരുന്നു. ഇത് വെരി അൺയൂഷ്വൽ ആയിട്ടൊരു സംഭവമാണ്. ഞാൻ കഴിഞ്ഞ വർഷത്തെ ഡാറ്റ അടുത്ത സ്ലൈഡിൽ കാണിക്കാം. കഴിഞ്ഞ വർഷം കുറവ് കുട്ടികളാണ് തൊട്ട് മുൻപത്തെ ഫേസുകളിൽ നിന്ന് അവസാന ഫേസിൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത്. ഏകദേശം 35% ഇൻക്രീസാണ് ഈ പാർട്ടിസിപ്പേഷൻ ലെവലിൽ നമ്മൾ കാണുന്നത്. അത് വളരെ സർപ്രൈസിങ് ആയിട്ടൊരു സംഭവമാണ്. ഡീറ്റെയിൽസ് നമുക്ക് അതിലേക്ക് പോകാം. അതിന് കാരണങ്ങൾ പലതും ഉണ്ടാകും. പക്ഷേ നമുക്ക് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മറ്റുള്ള പോയിൻറ്റ്സ് കൂടെ ഒന്ന് പറയട്ടെ. ടോപ്പ് 10,000 റാങ്കിൽ ഇത്തവണ 5,020 കുട്ടികൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ കാണുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ സമയം 3,840 കുട്ടികൾ മാത്രമേ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും 30% ഒരു വർധനവ് നമ്മളിവിടെ കാണുന്നുണ്ട്. ഇനി ഇത്തവണ ഫേസ് 3 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫേസ് 2 അപേക്ഷിച്ച് ഓൾമോസ്റ്റ് പകുതിയിലേറെ അല്ലെങ്കിൽ ക്ലോസ് ടു 50% കുട്ടികൾക്ക് ഒന്നുകിൽ കോളേജ് ബ്രാഞ്ച് മാറ്റി കിട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ അവർക്ക് ഈ അലോട്ട്മെൻറ്റ് ലിസ്റ്റിലേക്ക് ആദ്യമായിട്ട് വരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഫേസ് 2 അവർ ഉണ്ടായിരുന്നുണ്ടാവില്ല. അതിൻ്റെ കാരണങ്ങളിലേക്ക് നമുക്ക് പിന്നീട് വരാം. ഒരു കാര്യം വളരെ ക്ലിയറാണ്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഈ ബ്രാഞ്ചുകൾക്ക് ഇത്തവണ അത്യാവശ്യം നല്ല ഡിമാൻഡ് നമ്മൾ കാണുന്നുണ്ട്. പാർട്ടിസിപ്പേഷൻ ലെവൽ കൂടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് റാങ്ക് മുകളിലേക്ക് ഒരിക്കലും പോവില്ല. അപ്പോൾ അത് ഡിമാൻഡിൻ്റെ തീർച്ചയായിട്ടും ഒരു വർധനവ് ഈ ബ്രാഞ്ചുകൾക്ക് നമ്മൾ കാണുന്നുണ്ട്. അതേസമയം CS ചില കോളേജുകളിൽ കട്ട് ഓഫ് താഴ്ത്തിക്ക് പോയിട്ട് ചില കോളേജിൽ മാറ്റം. അപ്പോൾ CS ഡിമാൻഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ യെസ് എന്ന് പറയാം, പക്ഷേ ഒരു പരിധി വരെ യെസ് എന്ന് പറയാൻ പറ്റില്ല. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഈ റിസർവേഷൻ കാറ്റഗറികളെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയാണ്. എനിക്ക് അതിൻ്റെ മൈന്യൂട്ട് ലെവൽസ് ഓഫ് ഡീറ്റെയിൽസിലേക്ക് പോകാനായി സാധിച്ചിട്ടില്ല. അത് ഞാൻ ചെയ്തിട്ട് പിന്നീട് ഞാൻ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കും. പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും ഒബ്സർവ് ചെയ്യാൻ പറ്റിയത്, പല ഗവൺമെൻറ് കോളേജുകളിലും താഴെ ലിസ്റ്റിൽ വരുന്ന, അതായത് ലാസ്റ്റ് റാങ്ക് ഒരു പക്ഷേ ഒരുപാട് ഹൈ ആയിട്ട് വരാത്ത ഇടുക്കി, വയനാട്, പാലക്കാട്, കോഴിക്കോട് പോലെയുള്ള താരതമ്യേന പുതിയ ഗവൺമെൻറ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയുടെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് പണ്ടേ അറിയാം. കുറച്ച് സീറ്റുകളാണ് സ്റ്റേറ്റ് മെറിറ്റ് അവിടെ ഫില്ലാവാറുള്ളൂ. ഭൂരിഭാഗം റിസർവേഷൻ കാറ്റഗറി. പക്ഷേ ഇത്തവണ ഒരു നല്ലൊരു ബാലൻസ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ പ്രോസ്പെക്ടസിൽ സ്റ്റേറ്റ് വൈഡ് റൂൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കണ്ടീഷൻസും ക്ലോസസ് അതിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നല്ലോ വീഡിയോൻ്റെ താഴെ കുറേ ഡിബേറ്റ്സ് ഞാൻ കണ്ടു, പരസ്പരം കുട്ടികളും പാരൻസൊക്കെ ആയിട്ടൊക്കെ. പക്ഷേ എന്തുകൊണ്ടോ സംതിങ് ഹാസ് ഹാപ്പൻഡ്. എനിക്ക് തോന്നുന്നത് പരാതികളുടെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ മറ്റേതോ ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിൽ റിസർവേഷൻ ലോജിക്കിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടില്ല, പക്ഷേ എന്തോ ഒരു ലോജിക്കും മാറിയിട്ടുണ്ട്. അതിൽ ഞാൻ കാണിച്ചു തരാം ഡാറ്റ. ഓക്കെ, ഇതാണ് ഹൈ ലെവലായിട്ടൊരു 6 ഒബ്സർവേഷൻസ് എനിക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിച്ചത്.
ഇനി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഇനി നമുക്ക് അടുത്ത സ്ലൈഡുകളിൽ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. കുറച്ച് ഡാറ്റയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് പോസ് ചെയ്ത് കാണാം, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഏത് ട്രെൻഡാണോ അതിലേക്ക് നിങ്ങൾക്ക് പോകുകയും ചെയ്യാം. വീഡിയോ ഒരു പക്ഷേ ഇത്തിരി ലെങ്തി ആയിരിക്കും, പക്ഷെ ഞാൻ പരമാവധി റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, ഇതിൽ ഫേസ് 2 നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്ത ആൾക്കാർ, അതായത് അഡ്മിഷൻ അവർ കോളേജിൽ എടുത്തില്ല, അല്ലെങ്കിൽ അവർ ഫേസ് 2ൻ്റെ ഫീസ് അടച്ചില്ല, ഒന്നും ചെയ്യാതെ ഉള്ള ആൾക്കാരാണ് ഈ പോപ്പുലേഷൻ. നിങ്ങൾ ഈ വലത്തുവശത്ത് കാണുന്ന ഈ ടേബിൾ ടോട്ടൽ 1762. ആദ്യത്തെ 10,000 റാങ്കിനുള്ളിൽ 370 കുട്ടികൾ ഇത്തവണ ഫേസ് 2ൻ്റെ രജിസ്ട്രേഷൻ സമയത്ത് പങ്കെടുത്തിട്ടില്ല. അതായത് അവർ മുന്നോട്ടുള്ള ഫേസുകളിലേക്ക് പോകാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല എന്നർത്ഥം. അതേസമയം ഇത്രയും കുട്ടികൾക്ക് ഫേസ് 3യിലേക്ക് പുതിയതായിട്ട് കയറി വരാൻ പറ്റിയ അലോട്ട്മെൻറ്റിൽ ഈ നമ്പറുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്തിരി അൺയൂഷ്വലാണ്. സാധാരണ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ നോക്കി 1762 കുട്ടികൾ ഓപ്റ്റ് ഔട്ട് ആയി, പക്ഷേ 2282 കുട്ടികൾ അലോട്ട്മെൻറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടു. തൽഫലമായിട്ട് 520 അലോക്കേഷൻസ് ഇത്തവണ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കിതിൻ്റെ കാരണങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്കറിയില്ല, ഒരു പക്ഷേ ഫേസ് 3 ഇത്തിരി ലേറ്റായിട്ട് വന്നപ്പോൾ ഒരു പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരുന്നല്ലോ, നിങ്ങൾക്ക് ഇനി ഏത് ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം, യു ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് എന്നൊക്കെ പറഞ്ഞപ്പോൾ റിപ്പീറ്റ് ചെയ്യാനായിട്ട് വിചാരിച്ചിരുന്ന കുറച്ച് പോപ്പുലേഷൻ തിരിച്ച് ചില കോളേജുകളിലെ ബ്രാഞ്ചുകൾ കണ്ടിട്ട് ജോയിൻ ചെയ്യാൻ വന്നിട്ടുണ്ടോ എന്നെനിക്ക് നല്ലൊരു സംശയമുണ്ട്. തിരുവനന്തപുരത്തെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, TKMലെ കമ്പ്യൂട്ടർ സയൻസ്, ഡാറ്റ സയൻസ്, അങ്ങനെ കുറച്ച് ബ്രാഞ്ചുകൾ പുതിയതായിട്ട് വരികയും സീറ്റുകളുടെ എണ്ണം NSS, RIT പോലെയുള്ള കോളേജുകൾ കൂടുന്നതും അതിൻ്റെ ഫലമായിട്ട് ഒരു പക്ഷേ അവരുടെ സാധ്യതകൾ മനസ്സിലായിട്ട് കുറച്ച് കൂടുതൽ കുട്ടികൾ ഫേസ് 3യിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, പുതിയതായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടോ, കഴിഞ്ഞ വർഷത്തെ പോലെ അല്ലല്ലോ ഇത്തവണയായിരുന്നു. ആ ഒരു സീക്വൻസ് ചേഞ്ചസ് ഇതിനെ എന്തെങ്കിലും ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമ്മളിതിനെ കാണേണ്ടത് നമ്മുടെ സ്കീമിലെ അല്ലെങ്കിൽ നമ്മുടെ KTUവിൻ്റെ കീഴിലേക്ക് അല്ലെങ്കിൽ കേരളത്തിലേക്കുള്ള കുട്ടികളുടെ എണ്ണം കൂടുന്നതായിട്ട് ഈ വർഷം നമുക്ക് കാണുന്നു, വിച്ച് ഈസ് എ വെൽക്കം തിങ് ദാറ്റ് വി നീഡ് ടു ഡു, റൈറ്റ്. നമ്മൾ ലാസ്റ്റ് റാങ്ക് മാത്രം നോക്കിയിരുന്ന പോരാ, കുട്ടികളുടെ പാർട്ടിസിപ്പേഷൻ കൂടുന്നുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ കടന്നു വരുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് വേണമെങ്കിൽ നമുക്കതിനെ അങ്ങനെ രീതിയിലും നമുക്ക് നോക്കി കാണേണ്ടതാണെന്നാണ് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് ഫേസ് 2ലെ ഈ വർഷത്തെ പാർട്ടിസിപ്പേഷനും ഈ വർഷത്തെ ഫേസ് 3ലെ പാർട്ടിസിപ്പേഷൻ തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം. പ്രധാനമായിട്ടും എത്ര കുട്ടികൾ പോയി, എത്ര കുട്ടികൾ പുതിയത് വന്നു എന്നുള്ളതിൻ്റെ ഒരു ഡാറ്റയാണത്. നമ്മൾ പോവുകയാണെങ്കിൽ ഈ ചിത്രം ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ്. നമുക്കിതിനെ വിട്ടുകളയാൻ പറ്റില്ല. ഇതാണ് എപ്പോഴും നമ്മുടെ ഒരു ബെഞ്ച് മാർക്കായിട്ട് നമ്മൾ എപ്പോഴും വെക്കുന്നത്. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഹൈലൈറ്റ് ചെയ്തിരുന്ന ഭാഗത്ത് ഈ 5020 പകരം ഞാനൊരു 4600 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ എന്നൊരു അസംഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ എക്സ്പെക്റ്റേഷൻസിനെ ബീറ്റ് ചെയ്തിട്ട് 5020 കുട്ടികൾ ഈ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയുണ്ടായി. പങ്കെടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ചെറിയൊരു സർപ്രൈസാണ്. നമ്മൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, മെഡിക്കൽ അലോട്ട്മെൻറ്റ് 1ൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യതയിൽ ഒഴിഞ്ഞു പോകുന്ന കുട്ടികൾ 164 ആണെന്ന് പറയും. അത് നമ്പർ വളരെ കറക്റ്റ് തന്നെയാണ്. പക്ഷെ നമ്മൾ റിപ്പീറ്റേഴ്സ് അങ്ങനെ കുറച്ച് നോൺ മെഡിക്കലായിട്ടുള്ള കുട്ടികൾ കൂടെ പോകും എന്നൊരു ധാരണ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അത് നടന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ നോക്കൂ, 2021 ഡാറ്റയാണ് ഈ മുകളിലെ ടേബിളിൽ, 2024 ഡാറ്റയാണ് ഈ താഴത്തെ ടേബിളിൽ. നിങ്ങൾക്കറിയാം 2023 ഓരോ അലോട്ട്മെൻറ്റുകൾ കഴിയും തോറും 20,000, 19,000, 17,000 അങ്ങനെ കുറഞ്ഞു വരാണ് അലോട്ട്മെൻറ്റ് ലിസ്റ്റ്. അത് കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നു, പല സ്ഥലങ്ങളിൽ അഡ്മിഷൻ എടുക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഒരു 2023 ഫേസ് 2ഉം 2024 ഫേസ് 3യും നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഷിഫ്റ്റ് നമുക്ക് കാണുന്നുണ്ട്. അവിടെയും മെഡിക്കൽ ഫേസ് 1 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെയും മെഡിക്കൽ ഫേസ് 1 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പോലും 10,000 റാങ്കിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു 600 ചില്ലാൻ കുട്ടികളുടെ വർധനവ് നമ്മളിവിടെ കാണുന്നു, ഉണ്ടോ? അപ്പോൾ ഇനി ഈ 19,000 പകരം നിങ്ങൾ കാണുന്ന നമ്പർ 23,000 ചില്ലാനാണ്. ഏകദേശം 4,000-ഓളം കുട്ടികളുടെ എണ്ണം പാർട്ടിസിപ്പേഷനിലും അലോട്ട്മെൻറ്റിലും കാണുന്നത്. ഇപ്പോൾ സീറ്റിൻ്റെ വർധനവ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു 3,000-ഓളം സീറ്റുകൾ കൂടിയിട്ടുണ്ട് സംബന്ധിച്ചു. പക്ഷേ ഒരുപാട് താഴെ വരുന്ന കോളേജുകളിൽ സീറ്റ് വേക്കൻ്റായിട്ട് കിടക്കുന്ന നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അവിടെയും അലോട്ട്മെൻറ്റുകളിലേക്ക് പോയിട്ടുണ്ട് ഇത്തവണ. എനിക്കറിയില്ല, ഒരു പക്ഷേ
ഇത്തവണ ഫേസ് 3 അഡ്മിഷൻ എടുക്കാൻ പറയുമ്പോൾ കുട്ടികളുടെ ഒഴിഞ്ഞുപോക്ക് എത്രമാത്രം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. സാധ്യതയുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കോളേജല്ല പുതിയ ലൊക്കേഷനിൽ വന്നിരുന്നെങ്കിൽ അവർ കുറേ പേരൊന്നും ജോയിൻ ചെയ്യുമായിരിക്കില്ല. വി ഡു നോട്ട് നോ. ഓക്കെ, അപ്പോൾ അതൊരു പക്ഷേ ഞാൻ ചുരുക്കത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഒരു ട്രെൻഡ് നിങ്ങൾ നോക്കുകയാണെന്നെങ്കിൽ പാർട്ടിസിപ്പേഷൻ ലെവലിൽ തന്നെ വർധന വന്നിട്ടുണ്ട്. ഇനി അവശേഷിക്കുന്നത് മെഡിക്കൽ ഫേസ് 2 മെഡിക്കൽ ഫേസ് 3 ആണ്. മെഡിക്കൽ ഫേസ് 2 സെപ്റ്റംബർ 13 അവർ സ്കെഡ്യൂളിൽ മുമ്പ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് സ്പോട്ടുകൾ എത്ര എണ്ണം ഉണ്ടാവും എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ സെൻട്രലൈസ് സ്പോട്ട് ഇല്ല എന്നാണ് ഞാൻ ഇന്നലെ കേട്ടത്. പക്ഷേ കോളേജ് സ്പോട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ഗവൺമെൻറ് എയ്ഡഡ് ഈ 2 കാറ്റഗറിയിലുള്ള കോളേജുകൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നു. കോസ്റ്റ് ഷെയറിങ്ങും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങും സെൽഫ് ഫിനാൻസിങ്ങും സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നു. കോളേജുകളാണ് അതിൻ്റെ ഉത്തരവാദിത്വം DTEയുടെ നിർദ്ദേശപ്രകാരം എടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ഡീറ്റെയിൽസ് അറിയില്ല, കൂടുതൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വരും. പക്ഷേ ഈ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞില്ല, ഇതാണ് നമ്മുടെ ഒരു ഒബ്സർവേഷൻ. സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ഹാസ് ഡ്രാസ്റ്റിക്കലി ഇൻക്രീസ്ഡ് ഇൻ 2024 വിസാവിസ് 2023. നമുക്കിനി അടുത്ത സെറ്റ് ഓഫ് ഡാറ്റയിലേക്ക് പോകാം. ഇത് ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, പക്ഷേ നമ്മൾ കുറച്ചും കൂടിയും സ്ലൈസ് ആൻഡ് ഡൈസിങ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ആദ്യത്തെ 100 പേരിൽ കഴിഞ്ഞ വർഷം നിങ്ങളിത് റീഡ് ചെയ്യേണ്ടത് ഫേസ് 3 2023 ഇവിടെ, ഫേസ് 3 2024. ഇത് വേണമെങ്കിൽ 2 എണ്ണം കമ്പയർ ചെയ്യാം. പിന്നെ കഴിഞ്ഞ ഫേസിൽ ഉണ്ടായിരുന്നതിൻ്റെ മാറ്റവും നിങ്ങൾക്ക് ഈ ഒരു കോളമായിട്ട് കമ്പയർ ചെയ്യാം. ഫേസ് 3 അവസാനമായപ്പോൾ 100 റാങ്കിൽ ആരും തന്നെ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ താല്പര്യം കാണിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നില്ല. ഇവിടെ നോക്കുക 5 പേര് ഇപ്പോഴും അവിടെ ഉണ്ട്. അവർ കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സീറ്റുകൾ പോവില്ല. ആ സീറ്റുകൾ അവിടെ തന്നെ അവർ തന്നെ ഹോൾഡ് ചെയ്യും. പക്ഷേ നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവലിലുള്ള കുട്ടികൾ നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട് എന്നൊരു നല്ല കാര്യം ആയിരിക്കാം. അതിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് തന്നെ കാണേണ്ടത്. താഴത്തേക്ക് വരാണെങ്കിൽ 3000 റാങ്കിൽ 1292 പേരാണ് നമുക്ക് ഇത്തവണ കാണാൻ സാധിക്കുന്നത്. ഈ നമ്പർ വളരെ കുറവായിരുന്നു കഴിഞ്ഞ തവണ 938. അപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങൾ റാങ്ക് റേഞ്ചിൽ നമുക്ക് നോക്കിയാൽ കാണാൻ കണ്ട 3840 എന്നുള്ളത് നേരത്തെ പറഞ്ഞ നമ്പർ 5020 ആയി. അങ്ങനെയാണ്. ഈ ഗ്രേറ്റർ ദാൻ 20,000 ലെസ് ദാൻ 20,000 അത് നമുക്കറിയാം 10ഉം 13ഉം ഇത് 7ഉം 9ഉം. അപ്പോൾ മെസ്സേജ് ഇസ് വെരി ക്ലിയർ. പാർട്ടിസിപ്പേഷൻ കൂടിയെന്നുള്ളത് ഞാനത് വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പക്ഷേ അത് വളരെ ക്ലിയറാണ്. ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, ഇതിൻ്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് നോക്കി കഴിയുമ്പോൾ നമ്മുടെ IIT അഡ്മിഷൻസ്, NITs, CUET, പിന്നെ അമൃത, VIT, കുസാറ്റ് ആ ലെവലിലുള്ള അഡ്മിഷൻസിനൊന്നും കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ എണ്ണത്തിൽ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ബ്രില്യൻറ്റിൻ്റെ പാലയുടെ കുറച്ച് ഡാറ്റ എടുത്ത് അനലൈസ് നോക്കി. എനിക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഗോയിങ് ടു അതർ യൂണിവേഴ്സിറ്റീസ് ഹസ് നോട്ട് പ്രോബബ്ലി ചേഞ്ച്ഡ് മച്ച്. അപ്പോൾ ആ പാരാമീറ്റർ ചേഞ്ച് ആയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടായിരിക്കാം സ്റ്റിൽ കുട്ടികളുടെ എണ്ണം ഇവിടെ കൂടുന്നുള്ളത് എനിക്ക് ഒരു പക്ഷേ തോന്നുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പുതിയ ബ്രാഞ്ചുകൾ, പുതിയ നല്ല കോളേജുകൾ വന്നിട്ടുണ്ട്. കുട്ടികൾ റിപ്പീറ്റ് ചെയ്യാൻ വിചാരിച്ചിരുന്നൊരു പോപ്പുലേഷൻ ഒക്കെ. കാരണം ഈ ബ്രാഞ്ചുകൾ വരുമ്പോൾ ടോപ്പ് കുട്ടികൾ കുറേ പേര് അങ്ങോട്ട് ഡൈവേർട്ടഡായി പോകുമ്പോൾ CS പോലെയുള്ള കുട്ടികൾക്ക് ഏറ്റവും ആഗ്രഹിക്കുന്ന ബ്രാഞ്ച് കിട്ടാനുള്ള സാധ്യത കൂടും എന്നറിയുമ്പോൾ റിപ്പീറ്റർ പോപ്പുലേഷൻ ഒരുപക്ഷെ കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കുന്നതാണ് എൻ്റെ ഒരു ഗസ് കേട്ടോ. ഡാറ്റ നമ്മുടെ കയ്യിലില്ല, പക്ഷേ അതൊരു ഡിറൈവ്ഡ് ഗസ്സായിട്ട് വേണമെങ്കിൽ പറയാം. പിന്നെയുള്ളത് നമ്മുടെ ഈ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. ചിലർ ഒരു കമൻറ്റ്, കുറേ പേര് കമൻറ്റ് ഇട്ടിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ. അതായത് ഒരു പക്ഷേ സാറേ കുട്ടികൾ ഒരുപാട് പേര് കഴിഞ്ഞ വർഷം ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്കും പല സ്ഥലങ്ങളിൽ യൂറോപ്പിലൊക്കെ ആ ഒരു ഒഴുക്ക് കുറച്ച് കുറഞ്ഞിട്ടുള്ളതായിട്ട് അവർ കാണുന്നുണ്ട്. അറിയില്ല, ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ നമുക്ക് ഡാറ്റ അതിന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നും തന്നെയില്ല. പക്ഷേ ഈ നമ്പറുകളിൽ നിന്ന് എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലാതെ ഇത്രയും പാർട്ടിസിപ്പേഷൻ നിലനിൽക്കില്ല. നമുക്ക് മുന്നോട്ട് പോകാം. അടുത്ത ഒബ്സർവേഷൻസ്. ഇനി ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകളിലെ ലാസ്റ്റ് റാങ്കിൻ്റെ SM കാറ്റഗറിയിലെ ഒരു ട്രെൻഡാണ്. വീണ്ടും ഞാൻ കീം 2024 ഫേസ് 3യും നമ്മുടെ ഈ വർഷത്തെ ഇപ്പോൾ നടന്ന ഫേസ് 3യും ആണ് ഞാനിവിടെ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ. ഇത് ഫേസ് 2 ആണ്, കുറച്ച് നാൾ മുമ്പ് നടന്നത്. ഓഗസ്റ്റ് 20 വന്ന ഫേസ് 2ൻ്റെ ലാസ്റ്റ് റാങ്കാണ്. അപ്പോൾ പ്രത്യക്ഷത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എവറി ബ്രാഞ്ച് ഇത് ബ്രാഞ്ചുകളാണ്. എല്ലാ കോളേജിൻ്റെയും കൂടെ കൂട്ടിയിട്ട് ഗവൺമെൻറ്റും എയ്ഡഡും എല്ലാ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് ഈ ബ്രാഞ്ചിനെ എത്ര വരെ പോയിട്ടുണ്ടെന്ന് കാണിക്കുന്ന ഒരു ചാർട്ടാണിത്. നിങ്ങൾ നോക്കൂ, എല്ലാത്തിനും നല്ല രീതിയിൽ ലാസ്റ്റ് റാങ്കിൽ കട്ട് ഓഫ് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഉദാഹരണം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഡിസൈൻ കോഴിക്കോട് 12,000 വരെ കിട്ടിയിരുന്നു കഴിഞ്ഞ വർഷം. ഈ വർഷം അത് 9,000 വരെ എത്തിയിട്ടുള്ളൂ. ഇതെല്ലാം ഞാൻ ഈ റെഡ് മാർക്ക് ചെയ്തതൊക്കെ റിലേറ്റീവ്ലി പുതിയ കോഴ്സുകളാണ്.
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് CT ഇത് മുമ്പുണ്ടായിരുന്നു. പക്ഷേ ഏതൊരു നല്ല കോളേജുകളിൽ ഇത് ആഡ് ചെയ്തിട്ട് ഇതാണ് സംഭവം. നമ്മുടെ TKMൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് മുമ്പ് TKMൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് തിരുവനന്തപുരം CETയിലും കൂടെ വന്നു. പിന്നെ സൈബർ ഫിസിക്കൽ സിസ്റ്റംസ് പുതിയ കോഴ്സാണ്, അത് തൃശ്ശൂർ വന്നു. അപ്പോൾ നല്ല കുറേ റാങ്കുകാർ ഇങ്ങോട്ട് ഡൈവേർട്ടഡായി പോകുന്നതിൻ്റെ ഫലമായിട്ട് കുറച്ച് റാങ്കിൻ്റെ മാറ്റങ്ങളും മറ്റുള്ള ബ്രാഞ്ചുകളിൽ നമുക്ക് കാണാവുന്നതാണ്. കാരണം ഇത് ഫൈനലി അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഒരു ഹയർ ഓപ്ഷൻ ഫില്ലിംഗ് ആണല്ലോ. ഇനി നിങ്ങൾ വേറൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കാറ്റഗറിയുടെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, റിസർവേഷൻ കാറ്റഗറി. ഇവിടെ കഴിഞ്ഞ വർഷം നോക്കൂ, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷനാണ്. 3031 ഫേസ് 2 ലാസ്റ്റ് റാങ്ക്. കഴിഞ്ഞ വർഷം 3546. ഈ വർഷം നോക്കൂ 12059. മനസ്സിലായി? അതിൻ്റെ കാരണം നിങ്ങൾ അടുത്ത സ്ലൈഡിൽ നോക്കിയാൽ അറിയാം. ഇടുക്കി, വയനാട്, പാലക്കാട് ഗവൺമെൻറ് കോളേജുകളിൽ ഇത്തവണ സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ കുട്ടികൾക്ക് കുറച്ച് താഴെയുള്ള റാങ്കുകളിലെ കുട്ടികൾക്ക് അവിടെ ജോയിൻ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇത്തവണ വന്നിട്ടുണ്ട്. അതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. പക്ഷേ അതിൻ്റെ നെക്സ്റ്റ് ലെവൽ ഓഫ് ഡീൽ എങ്ങനെ അത് സംഭവിച്ചു, എന്ത് ലോജിക്കിലാണ് മാറ്റം വന്നത് എന്നുള്ളത് നമ്മളത് വീണ്ടും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അത് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നില്ല, പക്ഷേ ഞാൻ അതിനെ കുറച്ച് അനലൈസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിലും പറയുന്നതായിരിക്കും. ഓക്കെ, അടുത്ത ഒരു ഡാറ്റയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടി ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ ഇതിൽ നിന്നാണ് എനിക്കത് മനസ്സിലായത്. നിങ്ങൾ നോക്കിയാലോ, ഇടുക്കി, വയനാട്, പാലക്കാട്, കോഴിക്കോട് ഇതെല്ലാം റീസെൻറ്റ് ഇയേഴ്സിൽ പുതിയതായിട്ട് ആഡ് ചെയ്യപ്പെട്ട ഗവൺമെൻറ് കോളേജുകളാണ്. പണ്ടത്തെ താപ്പാനകളല്ല ഈ കോളേജുകളൊന്നും. അവിടെ 2023 ഫേസ് 3 അവസാനിച്ചപ്പോൾ ഇടുക്കിയിൽ വെറും 7 പേരാണ് SM കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറിയിൽ. ബാക്കി ഭൂരിഭാഗം പേരും മറ്റുള്ള കാറ്റഗറിയിൽ. നിങ്ങൾ ആ ലാസ്റ്റ് റാങ്കിൻ്റെ PDF കഴിഞ്ഞ വർഷത്തെ എടുത്താൽ അറിയാം, ഒരു ഡാഷ് നിങ്ങൾ അവിടെ കാണും സ്റ്റേറ്റ് മെറിറ്റിൽ. ബാക്കി എല്ലാം ഫില്ലായിട്ടുണ്ട്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലെ കുട്ടികളില്ലാണ്ടല്ല നമ്മുടെ നാട്ടിൽ, അല്ലേ? ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സ്റ്റേറ്റ് വൈഡ് റൂൾ എന്ന് പറഞ്ഞിട്ട് പ്രോസ്പെക്ടസ് ക്ലോസ് ഉണ്ട്. അതിൽ ഈ ലോജിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കോളേജിനല്ല റിസർവേഷൻ, ഒരു ബ്രാഞ്ചിന് മൊത്തത്തിലാണ്. അപ്പോൾ ആ ബ്രാഞ്ചിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് സീറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ 10% EWS, മറ്റൊരു 10% മറ്റുള്ള BH, അങ്ങനെ ഒരുപാട് EZ, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ. പിന്നെ ഒരു 10% SC പ്ലസ് ST. അപ്പോൾ ആ ഒരു ബ്രേക്കപ്പ് അവർ സ്റ്റേറ്റ് വൈഡ് ലോജിക്കാണ് ഉപയോഗിച്ചിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്തവണ എന്തൊക്കെയോ പരാതികളുടെയും ജെന്വിനായിട്ടുള്ള കംപ്ലയിൻസിൻ്റെയും ഭാഗമായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ട്, ആ മാറ്റങ്ങൾ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കൂ, ഈ ഫേസ് 2 പോലും കഴിഞ്ഞ വർഷത്തെയാണ് അപ്ലൈ ചെയ്തിരുന്നത്. മനസ്സിലായോ? ഈ ഫേസ് ഇവിടെ എന്തോ ഒരു സംതിങ് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട ഒബ്സർവേഷനായിട്ട് ഇത്തവണ നമുക്ക് കരുതണം. ഇതിൻ്റെ പിറകിൽ എന്താണ് ലോജിക് ചേഞ്ച് എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ താഴെ കമൻ്റ് ഇടുക, അല്ലെങ്കിൽ നമുക്ക് എക്സ്പേർട്സിനോട് ചോദിച്ച് അത് ക്ലാരിഫൈ ചെയ്യും. ഇനി അടുത്ത സ്ലൈഡുകളൊക്കെ വീണ്ടും ഈ പറഞ്ഞ ഡാറ്റയുടെ സ്ലൈസിങ് ആൻഡ് ഡൈസിങ് ആണ്. ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ഒറ്റ ബ്രാഞ്ച് സ്റ്റേറ്റ് മെറിറ്റ് കാറ്റഗറിയിലെ എല്ലാ കോളേജുകളും, ഗവൺമെൻറ്റും സെൽഫ് ഫിനാൻസിങ്ങും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങും ഒക്കെ അതിൽ ടോപ്പ് വരുന്ന കോളേജുകളാണ് നമ്മൾ എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കണ്ടാലറിയാം, ഈ KT രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് NSSലൊക്കെ റാങ്ക് കുറച്ച് താഴ്ത്തേക്ക് പോയിട്ടുണ്ട്. ഇതിനൊരു പ്രത്യക്ഷമായിട്ടുള്ളൊരു കാരണം ഞാനിവിടെ താഴ്ത്ത് പറഞ്ഞിട്ടുണ്ട്. NSSലും രാജീവ് ഗാന്ധി KT എന്ന് പറഞ്ഞാൽ RIT കോട്ടയം, ഇവിടെയൊക്കെ സീറ്റ്സ് ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടുണ്ട്. ഇതിലെനിക്ക് വളരെ മനസ്സിലാകാത്തൊരു കാര്യം, ഞാൻ ഒരു നോട്ടിഫിക്കേഷനിൽ പോലും രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സീറ്റ്സ് കമ്പ്യൂട്ടർ സയൻസ് ഡബിൾ ആയിട്ടുണ്ട് എന്നോ NSSലെ ഡബിൾ ആയിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് IICT സൈറ്റിൽ പോയിട്ട് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞത് വെച്ചിട്ട് ഞാൻ IICT സൈറ്റിൽ പോയപ്പോഴാണ് അവിടെ സീറ്റുകൾ ഇത്തവണ കൂടിയിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. മറ്റൊരു കാര്യം, ഇത് ഫേസ് 2 പോലും ഈ സീറ്റുകളുടെ വർധനവിൻ്റെ എഫക്റ്റ് ഞാൻ കണ്ടിരുന്നില്ല ചില കേസിൽ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് പ്രോസസ്സായിട്ടാണ്. റോങ് പ്രോസസ്സ് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. സീറ്റുകളുടെ എണ്ണം കൂട്ടുമ്പോൾ അല്ലെങ്കിൽ അതിന് അപ്രൂവൽ വരുമ്പോൾ കൃത്യമായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടിരുന്നു, TKMൽ CS AI കോഴ്സ് ആഡ് ചെയ്തപ്പോൾ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനിൽ പറഞ്ഞു ഈ കോളേജിൽ ഇത്രയും സീറ്റുകൾ വന്നിട്ടാണ് ഈ ബ്രാഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അറിയാൻ പറ്റും, ഇത് ആർക്കും അറിയില്ല. ലാസ്റ്റ് റാങ്കിലൊക്കെ അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ കുറച്ച് ഒബ്സർവേഷൻസും കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നത്. ഒറ്റ വെബ്സൈറ്റിലൊന്നും നമുക്ക് ആ ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ല. വാട്ടെവർ, ഇത് നമുക്കൊരു ഒബ്സർവേഷൻ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പാലക്കാട്, വയനാട്, ഇടുക്കി സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾ നോക്കിയാൽ ഇവിടെ ബ്ലാങ്കാണ് 2023. ഒറ്റ കുട്ടികൾ പോലും ഇവിടെ ഈ കോളേജുകളിൽ
സ്റ്റേറ്റ് മെറിറ്റിൽ കയറിയിട്ടില്ല. ഒരു കുട്ടി 2 കുട്ടിക്കായിരിക്കും ചിലപ്പോൾ ഞാൻ നേരത്തെ ടേബിൾ. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് റാങ്ക് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺവേർഡ് ട്രെൻഡാണ് ചില കേസുകളിലൊക്കെ നമ്മൾ കാണുന്നത്. ഇപ്പോൾ കണ്ടില്ലേ രാജീവ് ഗാന്ധിയിലെ NS നമ്മൾ പറഞ്ഞിട്ട് കാരണം നമുക്കറിയാം. ഇവൻ കണ്ണൂർ ലാസ്റ്റ് റാങ്ക് താഴ്ത്തേക്ക് പോകണം, സീറ്റുകളൊന്നും കൂടിയിട്ടില്ല. പക്ഷേ CS-ൻ്റെ ലാസ്റ്റ് റാങ്ക് 3500 എന്നുള്ളത് 4200 പോയിട്ടുണ്ട്. SCT 4200 എന്നുള്ളത് 5500 പോയിട്ടുണ്ട്. രാജഗിരി കൊച്ചി സെൽഫ് ഫിനാൻസിങ് കോളേജാണ് 6200 എന്നുള്ളത് 5800 പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ലാസ്റ്റ് റാങ്ക് താഴ്ത്തേക്ക്. അപ്പോൾ ഇൻ ജനറൽ കമ്പ്യൂട്ടർ സയൻസിന് കുറച്ച് ഇടിവുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് കോളേജുകളിൽ ഇപ്പോഴും ലാസ്റ്റ് റാങ്കിലേക്ക് എത്തിയിട്ടില്ല കഴിഞ്ഞ വർഷത്തെ ഫേസ് 3യുടെ. ഉദാഹരണം CET തിരുവനന്തപുരം, തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ്, മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് വളരെ വ്യത്യാസമുണ്ട്. 1740 വരെ പോയത് ഇത് കഴിഞ്ഞ് 1347 വരെ പോയിട്ടുള്ളൂ. അപ്പോൾ ലോഡ് ഓഫ് ഗുഡ് പീപ്പിൾ ആർ സ്റ്റിക്കിംഗ് ടു ദിസ് കോളേജ് എന്ന് വേണം അതിനകത്ത് കരുതാനായിട്ട്. മോഡൽ പോലെയുള്ള കോളേജുകൾക്ക് കുറേയും കൂടെ ആക്സെപ്റ്റൻസും അവരുടെ പ്ലേസ്മെൻറ്റ് റെക്കോർഡിനെ പറ്റിയിട്ടുള്ള ഞാൻ തന്നെ 2-3 വീഡിയോസ് മുമ്പ് ചെയ്തിരുന്നു. ഒരു പക്ഷേ അവിടെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. TKM-ലും അത്യാവശ്യം റാങ്കുകൾ താഴ്ത്തേക്ക് പോയിട്ടില്ല. 2100 കഴിഞ്ഞ വർഷം ഇത്തവണ 1800 നിൽക്കുകയാണ്. മെയ്സിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് കോളേജുകളിൽ ലാസ്റ്റ് റാങ്കിന് കമ്പ്യൂട്ടർ സയൻസ് എത്തിയിട്ടില്ല. പക്ഷേ മറ്റുള്ള കോളേജുകളിൽ എത്തുന്നതോ അല്ലെങ്കിൽ അത് താഴത്തേക്ക് വരെ പോയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. കുട്ടികൾ ഒരു പക്ഷേ വിചാരിച്ചിട്ടുണ്ടാവും ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന കോളേജിൽ മാത്രമേ എടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂ ബ്രാഞ്ചസിലേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നതിലൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതായിരിക്കും കാരണം. ഇവിടെ സമയം നീണ്ടു പോവുകയാണ്. അതായത് ഒരുപാട് എല്ലാ സ്ലൈഡിലും നിൽക്കുന്നില്ല. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ട്രെൻഡുകൾ നിങ്ങൾ നോക്കാം. നിങ്ങൾക്കിത് സ്ക്രീൻഷോട്ട് എടുക്കാം, സാവധാനത്തിൽ കാണാം. പക്ഷേ പെട്ടെന്ന് പറയാം, വീണ്ടും ലാസ്റ്റ് റാങ്കുകളുടെ ഒരു ഡിമാൻഡാണ് നമ്മൾ കാണുന്നത്. അപ്വേർഡ് ട്രെൻഡാണ്. നിങ്ങൾ നോക്കൂ, ഉദാഹരണം വീണ്ടും മോഡലിൽ കഴിഞ്ഞ വർഷം 4000 ചില്ലാൻ റാങ്ക് വരെ പോയപ്പോൾ ഇത്തവണ 3100 നിന്നു. ഞാൻ പറഞ്ഞില്ല, സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ കൂടുമ്പോഴും സീറ്റുകളുടെ വർധനവ് കാണുമ്പോഴും എല്ലാം നമ്മൾ വിചാരിക്കും എല്ലാ ബ്രാഞ്ചിനും ട്രെൻഡ് താഴ്ത്തേക്ക് പോകണമെന്ന്. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. ഈ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞ ബ്രാഞ്ചിന് നല്ല രീതിയിൽ എല്ലായിടത്തും ലാസ്റ്റ് റാങ്ക് ടൈറ്റായിട്ട് നിൽക്കുകയാണ്, താഴ്ത്തേക്ക് പോന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തിൻ്റെ അടുത്ത് പോലും ചില കേസുകളിൽ എത്തിയിട്ടില്ല. അപ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു ട്രെൻഡ് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക്കിനും ഇലക്ട്രോണിക്സിലും വലിയ വ്യത്യാസമില്ല. ഈ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ട്രെൻഡിൻ്റെ പോലെ തന്നെ ഇലക്ട്രിക്കൽ ലാസ്റ്റ് റാങ്കുകൾ എത്തിയിട്ടില്ല പല സ്ഥലങ്ങളിലും. അപ്പോൾ അതൊന്നും പ്രത്യേകം നോട്ട്. ഞാൻ ഈ റെഡായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിസർവേഷൻ കാറ്റഗറി മൂലമുണ്ടായിരിക്കുന്ന ഇമ്പാക്റ്റ് ഇത്തവണ ചില കോളേജുകളിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി മെക്കാനിക്കൽ നിങ്ങൾ നോക്കൂ, വീണ്ടും ട്രെൻഡ് അപ്വേർഡാണ്. ലാസ്റ്റ് റാങ്കിൻ്റെ വളരെ വ്യത്യാസം ഇത്തവണ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാം. മനസ്സിലായോ? ഇപ്പോൾ ഉദാഹരണം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ കഴിഞ്ഞ വർഷം 3ാമത്തെ അലോട്ട്മെൻറ്റിൽ 9000 വരെ പോയിട്ടുള്ളത് ഇത്തവണ 5900 വന്ന് നിൽക്കുകയാണ്. വളരെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസാണ്. അതുപോലെ CET. അപ്പോൾ മെക്കാനിക്കൽ എന്ന് പറയുന്ന കോർ ബ്രാഞ്ച് പഴയ കാലത്തെ പുലിയായിരുന്നു. ഈ ബ്രാഞ്ചിലേക്ക് ആൾക്കാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ അവരതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നുണ്ട്. എല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മെക്കാനിക്കലുകാർ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഈ പറഞ്ഞ പോലെ നല്ലതായിട്ട് പതുക്കെ കാണുന്നത്. അതൊരു സൈക്കിൾ പോലെ വരും. ഞാൻ 2018 മെക്കാനിക്കലിൻ്റെ ഗവൺമെൻറ് ഇതിലെ ലാസ്റ്റ് റാങ്ക് പരിശോധിച്ചപ്പോൾ 1800-2000 മറ്റായിരുന്നു. ആ സംഭവമാണ് 9000 കഴിഞ്ഞ പറഞ്ഞ പോയിരുന്നത്. വീണ്ടും ട്രെൻഡ് പയ്യെ മറിഞ്ഞാണ് വരുന്നതെന്ന് വേണം ഈ ഡാറ്റയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ. അതുപോലെ തന്നെ സിവിലും ഞാൻ പറഞ്ഞില്ലേ, സിവിലിലൊക്കെ പാർട്ടിസിപ്പേഷൻ ലെവൽ പയ്യെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് കുറേ കൂടെ കണ്ട ലാസ്റ്റ് റാങ്ക് മെക്കാനിക്കലിൻ്റെ അത്ര കഴിഞ്ഞ വർഷത്തിൽ പക്ഷേ എന്നാലും ചില കേസുകളിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കണ്ണൂരൊക്കെ 17,000 വരെ പോയത് ഇത്തവണ 14 വരെ പോയിട്ടുള്ളൂ. മനസ്സിലായോ? ഞാൻ അധികം നേരെ സ്ലൈഡ് നിൽക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് നമുക്കിനി മോസ്റ്റ് ഡിമാൻഡിങ് കോളേജ് കോഴ്സ് കോമ്പിനേഷനാണ്. ഇതൊരു പ്രധാനപ്പെട്ട ഒരു സ്ലൈഡാണ്, നിങ്ങളത് നോക്കിക്കോളൂ. ഇതാണ് കുട്ടികൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും ഹൈ റാങ്കുള്ള കുട്ടികൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കോളേജ് ആൻഡ് കോഴ്സ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് വായിക്കേണ്ടത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ കോളേജിൻ്റെ കോഡാണ്, റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ കോഴ്സിൻ്റെ കോഡാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇത് കാണാം. അപ്പോൾ ബൈ ദ ടൈം അറിയാം. TV എന്ന് പറഞ്ഞാൽ CET, തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കോളേജ്, മോഡൽ TKM, മെയ്സ് കോതമംഗലം, അങ്ങനെ പോകുന്നു. KT എന്ന് പറഞ്ഞാൽ RIT ആണ്. ഇത് ഞാനിവിടെ മെസ്സേജ് ഇത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കേരളത്തിലെ ടോപ്പ് റാങ്കുള്ള കുട്ടികളിൽ ഏറ്റവും ആദ്യം ഫില്ലായി പോണ കോളേജ് കോഴ്സ് കോമ്പിനേഷൻ. കണ്ടില്ലേ? തിരുവനന്തപുരം CET കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം ഇലക്ട്രോണിക്സ് ഫില്ലാണ്. അത് കഴിഞ്ഞിട്ടാണ് തൃശ്ശൂർ കമ്പ്യൂട്ടർ സയൻസ് ഫില്ലാകുന്നുള്ളൂ.
പിന്നെ മോഡൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് പിന്നെ നിങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾ റാങ്കിങ് എന്ന് വേണമെങ്കിൽ കരുതാം. ഞാൻ ഈ റെഡ് റെക്റ്റാങ്കിൾസിൽ അടയാളപ്പെടുത്തിയിരുന്നത് നോൺ കോർ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കോഴ്സുകളിൽ ഡിമാൻഡ് എത്രമാത്രം കുട്ടികൾ കയറി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്തെ ഇലക്ട്രിക്കൽ ഇത് ഇങ്ങനെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ടായിരുന്നില്ല. അവിടെ 2158 വരെ ലാസ്റ്റ് റാങ്ക് പോയുള്ളൂ, താഴത്തേക്ക് പോയി. പുതിയ ബ്രാഞ്ചാണ്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് NB ഉണ്ടോ. ഇപ്പോൾ NBA ഇല്ലെങ്കിലും കുട്ടികൾ എന്തുകൊണ്ട് നല്ല കോളേജുകളിൽ നല്ല ബ്രാഞ്ച് സിലബസ് നോക്കി എടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിട്ട് വേണം ഇതിനെ നമ്മൾ കണക്കാക്കാനായിട്ട്. മോഡലിലെ CSBS CU എന്ന് പറയുന്നത് നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കിതിൽ കാണാം. 3500 വരെ മെറിറ്റ് ലോ ഫീൽ അവിടെ പോയിട്ടുള്ളൂ. TKMലെ സീറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ ആർട്ട് ഇൻ്റലിജൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. 3800 കണ്ട്. ഇതൊക്കെ ലാസ്റ്റ് റാങ്ക് കയറി വന്നതിൻ്റെ എക്സാമ്പിൾസാണ് ഈ പുതിയ കോഴ്സുകളിലേക്ക്. ഇനി നിങ്ങൾക്കിത് സ്വയം നോക്കാവുന്ന ഇതുകളുള്ള ഞാൻ അപ്വേർഡ് ട്രെൻഡ് കൂടുതലായിട്ടുള്ള ചില കോളേജ് കോമ്പിനേഷൻസ് എടുത്ത് കാണിക്കുന്നു. 1000 റാങ്കിൻ്റെ വ്യത്യാസം കഴിഞ്ഞ വർഷം ഈ വർഷം തമ്മിലുള്ളത് എടുത്ത് കാണിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഡൗൺവേർഡ് ട്രെൻഡ് 1000 റാങ്ക് ഇത്തവണ കുട്ടികൾക്ക് കിട്ടാൻ എളുപ്പമുണ്ടായിരുന്ന ബ്രാഞ്ചുകളും കോളേജിൻ്റെയും കോമ്പിനേഷൻസ് കാണിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രെൻഡിൻ്റെ വേറെ ഒരു വ്യൂ ആണ്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ഈ മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറി പല ആൾക്കാർക്കും കോസ്റ്റ് ഷെയറിംഗ് കോളേജുകളിൽ മെറിറ്റ് ഫുൾ ഫീ ഓപ്ഷൻ ഫില്ല് ചെയ്യുന്നതിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറിയിൽ ലാസ്റ്റ് റാങ്ക് നല്ല രീതിയിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കുട്ടികൾ ഈ നല്ല ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിങ്ങിലേക്ക് വരാനായിട്ട് ഒരു ഉത്സാഹം ഇത്തവണ കാണിക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കഴിഞ്ഞ വർഷം CSBS എന്ന ബ്രാഞ്ച് 9500 വരെ പോയത്. ഇത്തവണ അത് 5100 വന്ന് 172 വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഈ മെറിറ്റ് ഫുൾ ഫീ ഉണ്ട്, അത് അപ്ലൈ ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. ഈസി കണ്ട 7000 എല്ലാ കണ്ട ഇവിടെയൊക്കെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ മെറിറ്റ് ഫുൾ ഫീ കാറ്റഗറിയിലേക്ക് നല്ല ടോപ്പ് ഗവൺമെൻറ്, ഇപ്പോൾ ഞാൻ ഒരുപാട് ലോവർ റാങ്ക് കാണിച്ചിട്ടുണ്ടെങ്കിലും ടോപ്പ് ലെവലിൽ നല്ല വ്യത്യാസങ്ങൾ ഇത്തവണ വന്നിട്ടുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. ഇനി അടുത്ത സ്ലൈഡുകളൊക്കെ ഈ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ ട്രെൻഡുകളാണ്. അപ്പാണോ ഡൗൺ ആണോ, ലാസ്റ്റ് റാങ്കിൻ്റെ ട്രെൻഡാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അത് നിങ്ങൾക്ക് സമയമെടുത്ത് നോക്കാവുന്ന കേസേ ഉള്ളൂ. മെക്കാനിക്കൽ ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പെട്ടെന്ന് ഓടിച്ചു പോവാം. ഇനി അപ്വേർഡ് ട്രെൻഡ് ഞാൻ എല്ലാ കോളേജും നേരത്തെ ടോപ്പ് ഗ്രേറ്റർ ദാൻ 1000 മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ഇതെല്ലാം SM കാറ്റഗറിയിൽ ഇതെല്ലാ ട്രെൻഡും നിങ്ങൾക്ക് സമയം എടുത്ത് നോക്കാവുന്നുള്ളൂ. ഞാൻ കൂടുതൽ സമയം ഇതിൽ നിൽക്കുന്നില്ല. നമുക്ക് പെട്ടെന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഞാൻ ഇതിൻ്റെ സമ്മറി നിങ്ങളുടെ മനസ്സിൽ ഇരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ എന്തൊക്കെയാണ് ഇത് പറഞ്ഞത്. ഈ ലാസ്റ്റ് റാങ്ക് ഇത്തവണ ഇറ്റ് ഹസ് നോട്ട് റീച്ച്ഡ് ടു ദ ലെവൽസ് മെനി വെർ ആൻറ്റിസിപ്പേറ്റിംഗ് ഇൻക്ലൂഡിങ് മീ. ഞാനടക്കമുള്ള കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്ത രീതിയിലേക്ക് ലാസ്റ്റ് റാങ്ക് ഇൻ ജനറലായിട്ട് നല്ലൊരു ശതമാനം കോളേജ് ബ്രാഞ്ച് കോമ്പിനേഷനിലേക്ക് വന്നിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പോയിന്റ് നമ്പർ 2 ആണ്. സ്റ്റുഡൻറ്റ് പാർട്ടിസിപ്പേഷൻ ഹാസ് ഇൻക്രീസ്ഡ്, മോർ സീറ്റ്സ് ആഡഡ് ഇൻ ഗുഡ് കോളേജസ്. ഇതൊക്കെ ആയിരിക്കാം കാരണം. റിപ്പീറ്റേഴ്സ് ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതിന് പകരം ഇതുപോലെയുള്ള കോളേജുകളിലെ നല്ല കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് അവരൊരു തീരുമാനം എടുത്തിട്ടുള്ളത് കൊണ്ടുമായിരിക്കാം. ഇനി ഇതിനെ നമ്മൾ പോസിറ്റീവ്, കുറേ പേര് പറയും ലാസ്റ്റ് റാങ്ക് കുറയണില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ അതിനെ ഒരു എക്കോസിസ്റ്റത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ പോസിറ്റീവ് വേ ദാറ്റ് വി ക്യാൻ സീ മോർ പീപ്പിൾ ആർ കമ്മിങ് ടു ജോയിൻ കേരള കോളേജസ് ഇൻ കേരള, റൈറ്റ്. കീമിൻ്റെ കീഴിലുള്ളതും KTUവിൻ്റെ കീഴിലുള്ളതുമായിട്ടുള്ള കോളേജിലേക്ക് കുട്ടികൾ വരുന്നുണ്ട്, ടോപ്പ് റാങ്കുള്ള കുട്ടികൾ വരുന്നുണ്ട് എന്നുള്ളതാണ് പോസിറ്റീവ് മെസ്സേജ്. റിസർവേഷൻ കാറ്റഗറി ഫില്ലിംഗ് മെത്തേഡ് എന്ത് ലോജിക്കാണ് മാറിയിരിക്കുന്നത്, അതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുള്ള ഒരു ഒബ്സർവേഷൻ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി. അപ്പോൾ അത് ഞാൻ ഡാറ്റ ഓൾറെഡി ഷെയർ ചെയ്തിരുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫേസ് 3 പ്രൊവിഷണൽ ലിസ്റ്റ് പ്രത്യേകം നോട്ട് ചെയ്യണം. എന്തുകൊണ്ട് അത് പിൻവലിച്ചു, എന്ത് പാളിച്ചകളാണ് അവിടെ സംഭവിച്ചത്. കാരണം ഇതെല്ലാം ഒരു സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ്. ഒരാളിരുന്നിട്ട് എക്സൽ ഷീറ്റിൽ ഇരുന്നിട്ട് മാനുവലായിട്ട് ചെയ്യുന്നൊരു സംഭവമല്ല, ഇതൊരു സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ പാടുള്ളൂ. അപ്പോൾ അതിലെങ്ങനെയാണ് തെറ്റുപറ്റുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ബിസിനസ് ലോജിക്ക്, എന്തോ ഒരു ലോജിക്കിൽ അവർ മാറ്റങ്ങൾ ഈ വർഷമോ ഫേസ് 2 പ്രൊവിഷണലിൽ വരുത്താൻ ശ്രമിച്ചു, അത് പാളിപ്പോയി. അതുകൊണ്ട് അത് അവർ റിവേർട്ട് എന്തോടം സംഭവം. അപ്പം ഞാൻ പറയുന്നത് ഇതൊക്കെ CEE എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ എൻ്റെ 2-3 കമൻസിൽ പോസ്റ്റിന് മുമ്പ് ഇത് കൃത്യമായിട്ട് CE എക്സ്പ്ലെയിൻ ചെയ്യണം. വളരെ ഇറസ്പോൺസിബിൾ ആയിട്ടാണ് CEയുടെ ഈ വർഷത്തെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നത്. ആ ഒരു ഡീറ്റെയിൽസിന് നമ്മൾ പോകുന്നതിന് വേറെ സന്ദർഭത്തിൽ കൂടുതൽ പറയാം, നമ്മൾ കൂടുതൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇത് തീർച്ചയായിട്ടും ഇത് അവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്ത്
എന്തുകൊണ്ടാണ്, എവിടെയാണ് ഈ പ്രൊവിഷണൽ ലിസ്റ്റിൽ തെറ്റുപറ്റിയത്? കുറേ കുട്ടികളെ വലയിപ്പിച്ച കേസാണ്. ട്രെയിനിലിരുന്നിട്ടാണ് കുറേ പേര് പിൻവലിച്ചു എന്നുള്ള ന്യൂസൊക്കെ കാണുന്നത്. ഇത് എവിടേക്ക് ഇവർ പോണേ? അവർ കൊടുത്ത പൈസ, ടിക്കറ്റിൻ്റെ ചാർജ്, അവരുടെ സമയം, അവരുടെ രക്ഷിതാക്കളുടെ ലീവ്, ഇതിനൊക്കെ ആരും ഉത്തരം പറയും? പോട്ടെ, നെഗറ്റിവിറ്റി വേണ്ട, അടുത്തേക്ക് പോവാം. ഇനി മെഡിക്കൽ 2-3 മാത്രം റിമൈൻ ആയിരിക്കും. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അത് വിചാരിച്ച് ആരും ഉറക്കം കളഞ്ഞ് ഇത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട. ലെറ്റ് us മൂവ് ഓൺ. നിങ്ങൾ അഡ്മിഷൻ പ്രോസസ്സിൽ ഫോക്കസ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം ഡീറ്റെയിൽസ് ഓഫ് അഡ്മിഷൻ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെ കോളേജിൽ നിന്ന് വാങ്ങിക്കണം, പുതിയ കോളേജിൽ എന്തൊക്കെ കൊടുക്കണം, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് അതിൽ പാളിച്ചകൾ വരുത്താൻ ശ്രദ്ധിക്കുക. ഇനി ഞാൻ വീണ്ടും പറയാറുള്ള പോലെ അവസാനിപ്പിക്കുന്നതിനോട് പറയുന്നു, നിങ്ങളൊരു ബ്രാഞ്ച് ഒരു കോളേജിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്ന് എന്തുകൊണ്ട്, എങ്ങനെ, ഈ ബ്രാഞ്ചല്ല, ആ കോളേജല്ല, ഈ ബ്രാഞ്ചല്ലേ നല്ലത് എന്ന് പറഞ്ഞ് തല പൊക്കിയുന്നതിന് പകരം നിങ്ങൾ ആ ബ്രാഞ്ചിനോട് കുറച്ചും കൂടെ സ്നേഹം കാണിച്ച് ആ ബ്രാഞ്ചിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു കരിയർ നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ജസ്റ്റ് മൂവ് ഓൺ വിത്ത് ഫുൾ പവർ ആൻഡ് കോൺഫിഡൻസ് എന്ന് ഞാൻ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എന്തെങ്കിലും തിരുത്തലുകൾ, ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ ഇടണം. അങ്ങനെയാണ് ജനങ്ങളും ഒരുപാട് പേര് ഇത് കാണുന്നതും ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലൈൻറ്റ് ലോഗ് ചെയ്യാനുള്ള ട്രിഗർ വരുന്നതും അല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയയിൽ വരുന്നതൊക്കെ ഇതിൻ്റെ ഒരു പക്ഷേ ഇതിൻ്റെ ഒരു സൈഡ് ഇമ്പാക്റ്റ്, പോസിറ്റീവ് വാട്ടെവർ ഇറ്റ് മേ ബി, റൈറ്റ്. നിങ്ങളത് പ്രത്യേകം കമൻറ്റുകൾ ഇടാൻ, നിങ്ങളുടെ റാങ്കുകളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം എനിക്കറിയില്ല, സത്യമായിട്ട് ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, സീനി വീണ്ടും അയ്യോ ഇങ്ങനെ വന്നു അങ്ങനെ വന്നു, ഒരു പാതിരാത്രി പുതിയ നോട്ടിഫിക്കേഷൻ, ഇതൊക്കെ സംഭവിക്കും. നമുക്ക് ആർക്കും ഹിസ്റ്റോറിക്കലി ഈ വർഷത്തെ അവരുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടിട്ട് ആർക്കും ഒന്നും ഉറപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം. പക്ഷേ എനിവേ, given the situation where we are, let us move on, right? Thank you so much for watching this video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ചാനലിൽ ഞാൻ വളരെ കുറച്ച് വീഡിയോസ് ഇട്ടിട്ടുള്ളൂ, പക്ഷേ ആക്സെപ്റ്റൻസും കൂടി വരും. ഞാനത് ഒരുപാട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയതല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഒരുപാട് പേര് പറഞ്ഞു സാർ ഈ അനാലിസിസ് ഇടാമോ, ആ അനാലിസിസ്. അപ്പോൾ ആൾക്കാർക്ക് ഈ ഡാറ്റ കാണാൻ ഒരുപാട് താല്പര്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാവും. ഇത് കൂടുതൽ പേർക്ക് കാണാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് കൂടുതൽ ഇതിലൊരു മോണിറ്ററി ബെനിഫിറ്റ്. ഞാൻ എൻ്റെ ജോലി ഇതല്ല ശരിക്കും പറഞ്ഞു, പക്ഷേ എന്നിരുന്നാലും കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് റീച്ച് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ഞാനിടുന്ന എഫർട്ടിനും ഒരു റിസൾട്ടായിട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. താങ്ക് യു.